പൂരാവേശത്തിൽ അലിഞ്ഞ് തൃശൂർ. കാഴ്ചയുടെ വർണ്ണവിസ്മയം തീർത്ത കുടമാറ്റം. പൂരപ്രേമികളെ ആനന്ദത്തിൽ ആറാടിച്ച് ഇലഞ്ഞിത്തറ മേളവും മഠത്തിൽ വരവും. ആവേശമായി കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാനൊരുങ്ങി ഇന്ത്യ. അതിർത്തിയിൽ നാളെയും മറ്റന്നാളും വ്യോമാഭ്യാസം. കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ സുരക്ഷാകാര്യ സമിതി യോഗം നാളെ. ഇന്ത്യയുടെ ജലം ഇന്ത്യയിലൂടെ ഒഴുകുമെന്ന് പ്രധാനമന്ത്രി. ഭീകരവാദിയെന്ന് സംശയിക്കുന്ന ഒരാൾ ബൈസരൺ വാലിയിൽ പിടിയിൽ. UN രക്ഷാസമിതി യോഗത്തിൽ പാകിസ്ഥാനെ കുടഞ്ഞ് അംഗങ്ങൾ. ആക്രമണത്തിൽ പങ്കില്ലെന്ന പാകിസ്ഥാൻ വാദം തള്ളി. IAS തലപ്പത്ത് അഴിച്ചുപണി. കേശവേന്ദ്രകുമാർ പുതിയ ധനവകുപ്പ് സെക്രട്ടറിയാകും. KR ജ്യോതിലാലിനെ ധനവകുപ്പിലേക്ക് മാറ്റി. മീർ മുഹമ്മദ് അലി KSCB ചെയർമാനാകും. അദീല അബ്ദുള്ളയെ വനിതാ ശിശുക്ഷേമ വകുപ്പിൽ നിന്ന് നീക്കി. റാപ്പർ വേടനെതിരായ പുലിപ്പല്ല് കേസിൽ കോടനാട് റേഞ്ച് ഓഫീസർക്ക് സ്ഥലം മാറ്റം. നടപടി സ്വീകരിക്കാത്ത വിവരങ്ങൾ പരസ്യമാക്കിയതിന് R അധീഷിനെ മാറ്റിയത് മലയാറ്റൂർ ഡിവിഷന് പുറത്തേക്ക്. അധീഷ് സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് കണ്ടെത്തൽ. ദേവികുളം MLA A രാജയുടെ തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതി ശരിവെച്ചു. തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. CPIM MLA ആയ രാജ സംവരണത്തിന് അർഹൻ. രാജയ്ക്ക് പട്ടിക വിഭാഗം സീറ്റിൽ മത്സരിക്കാൻ അർഹതയുണ്ടെന്ന് സുപ്രീം കോടതി. MLA എന്ന നിലയ്ക്ക് ഇതുവരെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും രാജയ്ക്ക് നൽകണമെന്നും കോടതി. KPCC പുനഃസംഘടന വൈകാൻ സാധ്യത. അഭിപ്രായ വ്യത്യാസം തുടരുന്ന സാഹചര്യത്തിൽ AICC നേതൃത്വം മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തും. K സുധാകരന് K മുരളീധരൻ അടക്കം നേതാക്കളുടെ പിന്തുണ. KPCC പ്രസിഡന്റിനെ മാറ്റേണ്ടെന്ന് കോട്ടയം കണ്ണൂർ DCCകൾ. മുല്ലപ്പെരിയാർ ഡാമിൽ മേൽനോട്ട സമിതി നിർദ്ദേശം നടപ്പിലാക്കണമെന്ന് കേരളത്തോടും തമിഴ്നാടിനോടും സുപ്രീം കോടതി. എന്തുകൊണ്ട് നടപ്പാക്കിയില്ലെന്ന് കോടതിയുടെ ചോദ്യം. 2 ആഴ്ചയ്ക്കകം തുടർ നടപടി സ്വീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. +2 പരീക്ഷാ ഫലം ഈ മാസം 21-ന്. ഫലം കാത്തിരിക്കുന്നത് 4 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. 7 ജില്ലകളിൽ +1-ന് 30% സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. യോഗ്യരായ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഉറപ്പാക്കുമെന്ന് V ശിവൻകുട്ടി. കാട്ടാക്കട ആദിശേഖർ കൊലക്കേസിൽ പ്രതി പ്രിയരഞ്ജന ജീവപര്യന്തം. പ്രതി 10 ലക്ഷം രൂപ പിഴ ഒടുക്കണം. പിഴത്തുക കുട്ടിയുടെ കുടുംബത്തിന് നൽകണം. പൂവച്ചൽ സ്വദേശി ആദിശേഖറെ പ്രതി കാർ കയറ്റി കൊലപ്പെടുത്തിയത് 2023. ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ പുറത്തുവിട്ട് സുപ്രീം കോടതി. വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് 21 പേരുടെ വിവരങ്ങൾ. ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്നയ്ക്ക് 3 കോടിയുടെ നിക്ഷേപം. മുതിർന്ന അഭിഭാഷകൻ KV വിശ്വനാഥനുള്ളത് 120 കോടിയുടെ നിക്ഷേപം. ഹൂതികൾക്ക് തിരിച്ചടി നൽകി ഇസ്രായേൽ. യമനിലെ സനാ വിമാനത്താവളത്തിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം. 24 മണിക്കൂറിനിടെ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണം.